ഹായ് ഹലോ, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോട്ടി വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ടി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ടാസ്ക്കാണ് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ സ്മെല്ല് പോകണം, അതുപോലെ ഇതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കുകയും ചെയ്യരുത്. അതിൻ്റെ ഒരു ബാഡായിട്ടുള്ള സ്മെല്ല് നന്നായിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം പിടിക്കും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിലോട്ട് ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക, അതുപോലെ 1/4 കപ്പ് വിനെഗറും കൂടെ ചേർക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരും. എന്നിട്ട് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുക കേട്ടോ. അത് കുതിർത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള സ്റ്റെപ്പുകളും കൂടെ ഉണ്ട്. ഇനി ഞാൻ ഇതിവിടെ ചെയ്യുന്നത് 2 പ്രാവശ്യം നല്ല പോലെ ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക. എന്നിട്ട് അവസാനത്തെ സ്റ്റെപ്പ് നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് അതിലോട്ടൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് വാർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പം നല്ല പോലെ കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യമായിട്ട് കുക്ക് ചെയ്യണവരൊക്കെ ആണെങ്കിൽ. ഇനി ഒരു കുക്കറിലോട്ടാണ് ഇത് മാറ്റുന്നത്. കുക്കറിൽ വെക്കുകയായിരിക്കും ഏറ്റവും എളുപ്പം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് താമസം തന്നെ എടുക്കും. എന്നിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കേട്ടോ കൂടുതൽ നിൽക്കേണ്ടത്. അതിനുശേഷം 1 ടീസ്പൂണോളം പെരുംജീരക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാണോ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല വെള്ളം തന്നെ വേണം. ഇത് വേവാൻ അത്യാവശ്യം ഒരു 8-9 വിസിലോളം സാധാരണ ഞാൻ എടുക്കാറുണ്ട്. ഇനി അതൊക്കെ ഓരോ കുക്കറിനും ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഇനി അതിലോട്ടൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ വെട്ടി തിളച്ച് ഓവർഫ്ലോ ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതാ ഇപ്പോൾ ഏകദേശം ഒരു 9 വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ആവി നന്നായിട്ട് പോയതിന് ശേഷം തന്നെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെള്ളമൊക്കെ പറ്റി അത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നല്ല പോലെ കുക്കായിട്ടുണ്ട്, ഒട്ടും വെള്ളം ഇല്ല. ഇനി വെള്ളം ബാലൻസ് വരികയാണെങ്കിൽ അത് അതുപോലെ വെച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കാസ്റ്റ് അയണിൻ്റെ കടായി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടാനുസരണം നല്ല പോലെ ബ്ലാക്ക് കളറായിട്ട് ഡ്രൈ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. അതല്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഇതിൽ റോസ്റ്റ് ചെയ്യണുള്ളൂ. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ. ഇനി ഇതുപോലെ നല്ല പോലെ ബ്ലാക്ക് ആയിട്ട് വരട്ടിയെടുക്കുക. അത്രയ്ക്ക് റോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്ര ചെയ്യുന്നില്ല. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു കേരള സ്റ്റൈൽ ബോട്ടി റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെയാണ് നിങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് കുക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ ബലിപെരുന്നാളിനൊക്കെ ഇനി ബോട്ടി കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.